CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിന് അപ്പുറമെന്ന് CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നുകയറി. സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെയും കടുത്ത വിമർശനങ്ങളുണ്ട് എന്നാണ് സൂചന. വിവരങ്ങളുമായി അർജുൻ രാജ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് സമ്മേളന നഗരിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പ്രമേയത്തിലടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉണ്ടോ? CPI സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കരട് പ്രമേയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അതിൽ BJPക്കെതിരായിട്ടുള്ള നിലപാട് അത് കുറെ കൂടി കർക്കശമായി എടുക്കണമെന്ന സമീപനം ഉണ്ട്. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൗരവമായി കാണണമെന്ന് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നുണ്ട്. വിശാലമായിട്ടുള്ള ഇടതുപക്ഷ ഐക്യമാണ് BJPക്കെതിരായ പോരാട്ടത്തിന് വേണ്ടതെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം പറയുന്നു. ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണെന്ന് CPI വിലയിരുത്തുന്നുണ്ട്. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നു കയറി സീസണലുകളായി തെരഞ്ഞെടുപ്പുകളെ കാണരുതെന്നും ഇന്ന് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ വിലയിരുത്തലുകൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടെന്നുള്ളതാണ് സൂചന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത സമീപനം, ADGP MR അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെ പോലീസിനെതിരായിട്ടും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സർക്കാർ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനം ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടി ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ എല്ലാ വകുപ്പുകളെയും കൃത്യമായി പരിശോധിച്ച് അണമൂറി പരിശോധിച്ച് വിമർശിക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള വിലയിരുത്തലുകൾ പ്രതിനിധി സമ്മേളനത്തിലും അതിൽ തുടർന്ന് നടക്കുന്ന ചർച്ചയിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിന്റെ മുൻഗണന സംബന്ധിച്ച് അക്കാര്യത്തിൽ കുറെ കൂടി പരിഗണന വേണം. അടിസ്ഥാന വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് അടിസ്ഥാന തൊഴിലാളി വിഭാഗങ്ങളെ പരിഗണിക്കണമെന്ന ഒരു നിലപാട് ഉണ്ട്. ഈ കള്ള് വ്യവസായത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനം സർക്കാരിന് ഉണ്ട്. സർക്കാരിന് താല്പര്യം വിദേശ മദ്യ വ്യവസായത്തിനോടാണെന്നുള്ള വിലയിരുത്തൽ CPIക്കകത്തുണ്ട്. അതും സമ്മേളനത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ളൊരു ചർച്ചകളിലേക്ക് അല്പസമയത്തിനകം തന്നെ CPI കടക്കും. പ്രതിനിധി സമ്മേളനമാണ് ഇന്നും നാളെയുമായി തുടരുക. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. അതിന്മേലുള്ള ചർച്ചയും ഇന്നും നാളെയുമായി തുടരും. അതിനുശേഷം 12-ാം തീയതിയാണ് റിപ്പോർട്ടിന്മേലുള്ള മറുപടി. പാർട്ടി സെക്രട്ടറിയും ദേശീയ നേതാവായിട്ടുള്ള പ്രകാശ് ബാബുവും മറുപടി നൽകുക. അതിനുശേഷം പുതിയ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും തീരുമാനിക്കും. വിശദമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് പാർട്ടി അല്പസമയത്തിനകം തന്നെ കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള കാര്യം. ലക്ഷ്മി. അർജുൻ രാജാണ് ആലപ്പുഴയിലെ CPI സമ്മേളന നഗരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.